ക്രിമിനലുകളെ വരവേറ്റും വിഭാഗീയത ഒടുങ്ങാതെയും CPM പത്തനംതിട്ട ജില്ലാ സമ്മേളനം. തിരുവല്ലയിലും കൊടുമണ്ണിലും നിലനിൽക്കുന്ന വിഭാഗീയ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകാതെ തുടരവെയാണ് ജില്ലാ സമ്മേളനം നടക്കുന്നത്. സമവായത്തിലൂടെ പുതിയ ജില്ലാ സെക്രട്ടറിയെയും പാർട്ടിക്ക് കണ്ടെത്തേണ്ടി വരും. ഇതിനിടയിൽ ഗുണ്ടാപട്ടികയിൽ ഉൾപ്പെട്ടവരെ അടക്കമുള്ള ക്രിമിനലുകളെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചതും വിവാദമായിട്ടുണ്ട്. ക്രിമിനൽ കേസ് പ്രതികളടക്കം 50 പേരെയാണ് ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി പാർട്ടിയിലേക്ക് സ്വീകരിച്ചത്. ഇതിൽ മലയാലപ്പുഴ സ്റ്റേഷനിലെ ഗുണ്ടാപട്ടികയിൽ ഉൾപ്പെട്ട സിദ്ദിഖിന്റെ പേരിലുള്ളത് 4 കേസുകൾ. പോലീസ് ഉദ്യോഗസ്ഥനെ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തിയെന്ന് പത്തനംതിട്ട സ്റ്റേഷനിലും ഇയാൾക്കെതിരെ കേസുണ്ട്. പ്രമാണം സ്വദേശി അരുൺ വധശ്രമ കേസിൽ ജയിലിൽ നിന്നും ഇറങ്ങിയിട്ട് ദിവസങ്ങളായിട്ടില്ല. നേരെ എത്തിയത് CPM-ലേക്ക്. മാസങ്ങൾക്ക് മുൻപ് കാപ്പ കേസ് പ്രതിയടക്കം CPM മാലയിട്ട് പാർട്ടിയിലേക്ക് സ്വീകരിച്ചിരുന്നു. സംഭവം അന്ന് വിവാദമായെങ്കിലും നേതൃത്വം തിരുത്താൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, കൂടുതൽ ക്രിമിനലുകളെ ഇപ്പോൾ പാർട്ടിയിലേക്ക് സ്വീകരിച്ചാനയിക്കുകയും ചെയ്യുന്നു. സമ്മേളനകാലത്തെ വിവാദങ്ങളിലൊന്നായി ഈ സംഭവം മാറുമ്പോൾ ലോക്കൽ സമ്മേളനങ്ങൾ മുതൽ പൊട്ടിപ്പുറപ്പെട്ട വിഭാഗീയത അതേപടി നിലനിൽക്കുകയും ചെയ്യുന്നു. കയ്യാങ്കളിയും വാക്കേറ്റവും മൂലം 2 തവണ മാറ്റിവെക്കേണ്ടി വന്ന തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ സമ്മേളനം നടത്താൻ പ്രശ്നപരിഹാരത്തിന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് ജില്ലയിലേക്ക് നേരിട്ട് വരേണ്ടി വന്നു. ഒരുവിധം ഏരിയ സമ്മേളനം പൂർത്തിയാക്കിയെങ്കിലും ജില്ലാ സമ്മേളനത്തിലും തിരുവല്ല വിഭാഗീയത നേതൃത്വത്തിന് തലവേദന സൃഷ്ടിക്കും. ജില്ലാ സെക്രട്ടറി KB ഉദയഭാനുവിന്റെ ഏരിയ കമ്മിറ്റിയായ കൊടുമണ്ണിലും വിഭാഗീയത രൂക്ഷമാണ്. പുതിയ ഏരിയ സെക്രട്ടറിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലടക്കം പാർട്ടി പ്രവർത്തകരും അനുഭാവികളും എതിർപ്പ് അറിയിച്ചിരുന്നു. ADM നവീൻ ബാബുവിന്റെ മരണമടക്കം പ്രതിനിധി സമ്മേളനത്തിൽ ചർച്ചയാകുമ്പോൾ ഈ വിഷയത്തിൽ തുടക്കം മുതൽ പത്തനംതിട്ട CPM എടുത്ത നിലപാടും സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടും തമ്മിൽ ഉരസലിനെ കാരണമായേക്കും. ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരം ഒഴിവാക്കി ഒരാളെ പാർട്ടിക്ക് കണ്ടെത്തേണ്ടതുണ്ട്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർമാരായ TD ബൈജു, PB ഹർഷകുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗം രാജു എബ്രഹാം എന്നിവരുടെ പേരുകളാണ് സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ സാധ്യത. ഇന്ന് പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമാകും. 30-ാം തീയതി കോന്നിയിൽ ചേരുന്ന പൊതുസമ്മേളനം പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ജനം, പത്തനംതിട്ട.